ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വരുന്നത്. ദുബായ് നഗരത്തിൽ സ്ഫോടനമുണ്ടായെന്ന വാർത്ത നിഷേധിച്ചിരിക്കുകയാണ് ദുബായ് സർക്കാർ. റോയിട്ടേഴ്സ് വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. അതേസമയം ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് ഇറാൻ വീണ്ടും ആക്രമണം നടത്തി. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റത്തിന്റെ റിപ്പോർട്ടിലേക്ക്. ദുബായ് നഗരത്തിന്റെ ഹൃദയമാണ് ഡൗൺ ടൗൺ. ബുർജ് ഖലീഫയും ദുബായ് മാളും ഒക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്ത് വലിയ സ്ഫോടനമുണ്ടായി എന്നാണ് റോയിട്ടേഴ്സ് വാർത്ത നൽകിയത്. ആ വാർത്തയാണ് ദുബായ് സർക്കാരിന്റെ മീഡിയ ഓഫീസ് നിഷേധിക്കുന്നത്. ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല, തെറ്റായ വാർത്തയാണ് റോയിട്ടേഴ്സ് നൽകിയത്, അത് വിശ്വസിക്കരുത് എന്ന് മീഡിയ ഓഫീസ് അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, തെറ്റായ വാർത്തകൾ നൽകുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി മീഡിയ ഓഫീസ് നൽകുന്നുണ്ട്. നമുക്കും ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് സ്ഥിരീകരിക്കാൻ കഴിയും. നമ്മൾ ആ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു. നിരവധി പ്രേക്ഷകർ ഇത്തരത്തിൽ വാർത്ത പുറത്തു വന്നതിന് ശേഷം നമ്മളുമായി ബന്ധപ്പെടുകയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ വാർത്ത നിഷേധിക്കുകയാണ് അധികൃതർ. മറ്റൊരു സംഭവം ഉണ്ടായത്, ഏറ്റവും പ്രധാനമായും എടുത്തു പറയാവുന്ന ആക്രമണങ്ങൾ ഇന്ന് ഉണ്ടായത് കുവൈറ്റിലും ബഹ്റൈനിലുമാണ്. കുവൈറ്റിലെ അലി അൽ സലേം വ്യോമതാവളത്തിലേക്ക് ആക്രമണമുണ്ടായി. അതോടൊപ്പം തന്നെയാണ് ബഹ്റൈനിലും ആക്രമണം ഉണ്ടായത്. അമേരിക്കയുടെ നാവിക താവളം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ആക്രമണം. ജോർദാനിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്, വൈകുന്നേരങ്ങളിലാണ്. അതോടൊപ്പം ഇറാനിലും ശക്തമായിട്ടുള്ള ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി, രാവിലെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പ്രാദേശിക സമയം വൈകുന്നേരം 6 മണിയോടുകൂടി പോലും ഖുഷൈമിലേക്കൊക്കെ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. അങ്ങനെ ഇറാനിൽ ആക്രമണം തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗൾഫിലെ മറ്റ് ചില രാജ്യങ്ങളിലും ഇറാന്റെ ഭാഗത്തുനിന്നും ആക്രമണം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ദുബായ് ഇപ്പോഴും ശാന്തമാണ്. കാര്യമായി വിമാന സർവീസുകളെ ഒന്നും ബാധിച്ചിട്ടില്ല. ബഹ്റൈനിലേക്ക് മാത്രമുള്ള ചില വിമാന സർവീസുകൾ റദ്ദാക്കിയതായി എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.